എനിക്കെന്തോ ഗുരുതരമായ രോഗമുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. അല്ലെങ്കിൽ ചെറിയൊരു തലവേദന വരുമ്പോഴേക്കും അത് ട്യൂമറാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഗ്യാസ് കയറി ചിലപ്പോൾ ചങ്കുവേദന വന്നു കഴിയുമ്പോൾ എനിക്ക് ഹാർട്ടിന് എന്തോ മേജറായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട്. ഇങ്ങനെയുള്ള ചെറിയ രോഗങ്ങളെ നമ്മൾ വലുതായിട്ട് പെരുപ്പിച്ച് എന്തോ ഗുരുതരമായി സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ശരീരമാസകലം വേദന അനുഭവപ്പെടുന്നു, അങ്ങനെ മൊത്തം ശരീരവേദന അനുഭവപ്പെടുന്നു, ഈ ഗുരുതരമായ രോഗമുണ്ടെന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഈ രോഗങ്ങൾ മൂർച്ഛിച്ച് മരണഭയം ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഈ സിംറ്റംസ് ആണ് ഹൈപ്പോകോൺഡ്രിയാസിസ് എന്ന് പറയുക. നമ്മൾ സാധാരണ ബാധ കയറി യക്ഷി ബാധിച്ചു അല്ലെ പ്രേതം ബാധിച്ചു എന്നൊക്കെ പറയുന്ന മാതിരിയുള്ള ഡുവൽ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ചെറിയ കൺസെപ്ഷനാണിത്. അതും സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു റോങ് ഐഡൻറ്റിഫിക്കേഷൻ, റോങ് മിസ്കൺസെപ്ഷൻ ആണ് ഐഡൻറ്റിഫിക്കേഷൻ സംഭവിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ സ്വന്തം ശരീരത്തിന് രോഗമുണ്ടെന്നുള്ള ഒരു റോങ് പ്രോഗ്രാമിങ്, ഒരു വൈറസ് നമ്മുടെ ബോധ മനസ്സിന് പ്രവേശിച്ചു. ആ വൈറസാണ് ഈ റോങ് കൺസെപ്ഷൻ അല്ലെ നമ്മൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കി നമ്മളെ ഈ ഹൈപ്പോകോൺഡ്രിയാസിസിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ എല്ലാത്തരം ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിനും നമുക്ക് അതിജീവിക്കുവാൻ മൈൻഡ് പ്രോഗ്രാമിംഗ് അഥവാ സൈക്കോതെറാപ്പി വളരെ അത്യാവശ്യമാണ്. നമ്മൾ മനസ്സിലാക്കുക, മൈൽഡായിട്ടുള്ള ഡിസോർഡേഴ്സിനാണ് നമ്മൾ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് എന്ന് പറയുക. അത് മേജർ ആയിക്കഴിഞ്ഞാൽ അത് സൈക്കോട്ടിക്കായി നമ്മൾ ഭ്രാന്തെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും. അങ്ങനെയുള്ള അപ്പം നമുക്ക് മൈൻഡിൻ്റെ റീസണിങ് പവർ നഷ്ടപ്പെടും. അങ്ങനെ മൈൻഡിൻ്റെ റീസണിങ് പവർ നഷ്ടപ്പെട്ട് ലോജിക്കൽ സീക്വൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭ്രാന്താവസ്ഥയായി. ആ അവസ്ഥയിൽ തെറാപ്പിയും വർക്ക് ചെയ്യില്ല, ഒരു തെറാപ്പിയും വർക്ക് ചെയ്യില്ല. അവിടെ നമുക്ക് ഗുളിക കൊടുക്കുക, മരുന്ന് കൊടുക്കുക, ആ രീതിയിലുള്ള മറ്റ് ചികിത്സകളിലേക്ക്, സൈക്കോസിസിൻ്റെ ചികിത്സയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ ഗുളികയും മരുന്നും കൊടുക്കാതെ മൈൻഡിന് സജഷൻ കൊടുത്തുകൊണ്ട് ഉപബോധ മനസ്സിലുള്ള ഈ വൈറസിനെ ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപബോധ മനസ്സിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് മൈൻഡ് പ്രോഗ്രാമിങ്. അത് നമുക്ക് ഈ ന്യൂറോട്ടിക് സ്റ്റേജിൽ മാത്രമേ നടക്കത്തുള്ളൂ. ഈ ന്യൂറോട്ടിക് സ്റ്റേജിൽ ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അമിതമായ ഉത്കണ്ഠയാണ്. ഈ അമിതമായ ഉത്കണ്ഠ ഒരു ക്രോണിക് ആയിട്ട് പ്രൊലോങ്ഡ് സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് അത് ആങ്സൈറ്റി ന്യൂറോസിസുമായിട്ട് മാറുന്നത്. അപ്പോൾ ചെറിയൊരു ഉത്കണ്ഠയാണ്, ഒന്നോ രണ്ടോ ഭാഗത്ത് ഉത്കണ്ഠയുണ്ടെങ്കിൽ നമുക്കതിന് തെറാപ്പി വേണ്ട, നമ്മൾ തന്നെ അറ്റംപ്റ്റ് നടത്തി നമുക്കതിനെ അതിജീവിക്കാം. അതായത് ന്യൂറോസിസ് ആയി കഴിഞ്ഞാൽ, അത് ആങ്സൈറ്റി ക്രോണിക് ആയിട്ട് മാറിക്കഴിഞ്ഞാൽ, എല്ലായ്പ്പോഴും നമുക്ക് ഈ ആങ്സൈറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പരീക്ഷയ്ക്ക് നമുക്ക് ഒരു ഉത്കണ്ഠ ഉണ്ടാകുക സ്വാഭാവികമാണ്. നമ്മൾ ആദ്യമായി പ്രസംഗം പറയാൻ കയറുമ്പോൾ ഉത്കണ്ഠ ഉണ്ടാകുക സ്വാഭാവികമാണ്. പക്ഷെ നമുക്ക് എപ്പോഴും പരീക്ഷ വരുമ്പോൾ, എല്ലായ്പ്പോഴും നമ്മൾ വേദിയിൽ കയറുമ്പോൾ, എല്ലായ്പ്പോഴും നമുക്ക് മറ്റുള്ളവരെ അപരിചിതരെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ആങ്സൈറ്റി ന്യൂറോസിസ് ആണ്. അപ്പോൾ അത്തരമുള്ള കേസുകളിൽ നമുക്ക് ഏതായാലും ഈ തെറാപ്പി ആവശ്യമാണ്, അഥവാ പ്രോഗ്രാമിംഗ് ആവശ്യമാണ്. പിന്നെ OCD എന്ന് പറയുന്ന ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡറിൽ തീർച്ചയായിട്ടും നമുക്ക് പ്രോഗ്രാമിംഗ് ആവശ്യമാണ്. അതല്ലാതെ നമ്മൾ തന്നെത്താൻ വിചാരിച്ചതുകൊണ്ട് നമുക്കതിനെ അതിജീവിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പാനിക് ഡിസോർഡറും നമുക്ക് തെറാപ്പി ആവശ്യമാണ്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ വളരെ അടുത്ത ബന്ധപ്പെട്ട ആൾക്കാർ മരിച്ചു പോവുകയോ അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഷോക്ക് ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു മൈൽഡ് ഡിപ്രഷൻ ഉണ്ടാകും. ആ ഡിപ്രഷൻ നമുക്ക് തനിയെ നമുക്ക് അല്പസമയമെടുത്ത് അതിജീവിക്കാൻ സാധിക്കും. അതല്ല, ഇനി ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ ഡൗൺ ആയി പോകുന്ന ഡിപ്രഷൻ ഉണ്ട്, അത് ന്യൂറോട്ടിക്കിൽ നിന്നും വിട്ടുപോയി സൈക്കോട്ടിക് സ്റ്റേജിൽ പോകുന്ന ഡിപ്രഷൻ ഉണ്ട്. അതിന് നമ്മൾ മരുന്നിനെ ആശ്രയിക്കണം. പക്ഷെ അത് രോഗം എന്ന് പറഞ്ഞ് മരുന്ന് തന്നെ കഴിക്കേണ്ടി വരും. പക്ഷെ ഇത് രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ട്. അമിതമായി അധികം ഡീപ്പായി പോയിട്ടുമില്ല, എന്നാൽ പെട്ടെന്ന് താൽക്കാലികമായ ഒരു പ്രതിഭാസമല്ല. കുറേ നാളായിട്ട് നമ്മളിങ്ങനെ വിഷാദാത്മകത്ത് മൂഡിൽ നിൽക്കുകയാണെങ്കിൽ അതിന് നമുക്ക് തെറാപ്പി കൊടുത്തേ പറ്റൂ. മൈൻഡ് പ്രോഗ്രാമിങ് അതുപോലുള്ള തെറാപ്പി കൊടുത്ത് മാത്രമേ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ്സിനും തെറാപ്പി ആവശ്യമാണ്. ഫോബിയയ്ക്ക് തെറാപ്പി ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഫോബിയയ്ക്ക് സബ് കോൺഷ്യസ് ലെവലിൽ പ്രോഗ്രാമിങ് നടത്തിയാൽ മാത്രമേ ഫോബിയ അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ ഒന്നാണ് ഹൈപ്പോകോൺഡ്രിയാസിസ്. വളരെ മൈൽഡായിട്ട് ചെറിയ തെറ്റിദ്ധാരണകളൊക്കെ ഉള്ളെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. പക്ഷെ അതല്ല, ഹൈപ്പോകോൺഡ്രിയാസിസ് ശരിക്കും നമ്മൾക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മൈൻഡ് പ്രോഗ്രാമിംഗ് തന്നെ ആവശ്യമാണ്. പിന്നെയുള്ളത് സൈക്കോസൊമാറ്റിക് എയിൽമെൻറ്റ്സ് ആണ്. സൈക്കോസൊമാറ്റിക് എയിൽമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ആദിയിൽ നിന്ന് വ്യാധി ഉണ്ടാകുന്നു. മനസ്സിലുണ്ടാകുന്ന ടെൻഷനാണ് ഈ രോഗത്തിൻ്റെ മൂലഹേതു. ആ ടെൻഷൻ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉള്ളത് കൊണ്ട് അതിനെ തുടർന്ന് നമുക്ക് തലവേദന, ഹാർട്ട് റേറ്റ് കൂടുന്നു, അതിനെ തുടർന്ന് പനി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാകുന്നു. അങ്ങനെയുള്ള സ്ട്രെസ് റിലേറ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ആ സ്ട്രെസ് ഫാക്ടർ മാറ്റിയാൽ മതി. ഏതെങ്കിലും രീതിയിൽ നമുക്ക് ആ സ്ട്രെസ് ഫാക്ടറെ അതിജീവിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്ക് ഈ ഡിസീസിനെ അതിജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതിന് നമുക്ക് തെറാപ്പി വേണമെന്ന് നിർബന്ധമില്ല. തെറാപ്പി ഒരു മെത്തേഡാണ്. യോഗ, മെഡിറ്റേഷൻ, പ്രാർത്ഥന,
മറ്റേ ആധ്യാത്മിക കാര്യങ്ങൾ ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ടെൻഷൻ, റൂട്ട് ടെൻഷനായുള്ള വ്യാധി എടുത്ത് കളഞ്ഞാൽ നമുക്ക് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾ അതിജീവിക്കുവാൻ സാധിക്കും. അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡറിലും അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡറിലും ഈ പറഞ്ഞ പോലെ തന്നെ പ്രോഗ്രാമിങ് അത്യന്താപേക്ഷിതമാണ്.